ദിലീപും കുഞ്ചാക്കോ ബോബനും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ്. വളരെ കുറച്ച് സിനിമകൾ അവർ ചെയ്തിട്ടുള്ളൂ. ഇതേപോലെ ദിലീപിൻ്റെ ഒപ്പം കുഞ്ചാക്കോ ബോബനെ അഭിനയിക്കാൻ കുറച്ച് അവസരങ്ങൾ കിട്ടിയിട്ട് ജോക്കർ പോലത്തെ അല്ലെങ്കിൽ ഡാർലിംഗ് പോലത്തെ സിനിമകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കുഞ്ചാക്കോ ബോബൻ്റെ ഡേറ്റ് കിട്ടാത്തതുകൊണ്ട് മറ്റു ചില നടന്മാരൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദിലീപ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു ക്യാരക്ടർ കുഞ്ചാക്കോ ബോബനും അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബനെ മനസ്സിൽ കണ്ട ഒരു കഥാപാത്രത്തെ ദിലീപും അവതരിപ്പിച്ച് രണ്ടും ഹിറ്റായി ആ രണ്ട് സിനിമകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുടുംബ സിനിമകളിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ് സിബി മലയിൽ. സിബി മലയിൽ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഭരതവും കിരീടവും ഹിസനസ് അബ്ദുള്ളയൊക്കെ പോലത്തെ സിനിമകളാണ് വരുന്നത്. എന്നാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഉസ്താദ് പോലത്തെ സംറിൻ ബദൽ ഹേമ പോലത്തെ സിനിമകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പറയാവുന്ന ഒരു സിനിമയാണ് ഇഷ്ടം. നമുക്കറിയാം ഇഷ്ടം ഒരു കുടുംബ സിനിമ തന്നെയാണ്. പക്ഷേ സിബി മലയിലിൻ്റെ മറ്റു സിനിമകളിൽ നിന്നും എന്തോ ഒരു വ്യത്യസ്തത നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. കലവൂർ രവികുമാറാണ് അതിൻ്റെ റൈറ്റർ. അദ്ദേഹം അധികം സിനിമകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹം എഴുതിയ സിനിമകളൊക്കെ നല്ല സിനിമകളാണ്. അദ്ദേഹം ഒറ്റയാൾ പട്ടാളം എന്ന് പറഞ്ഞാൽ 91 ഒരു സിനിമയ്ക്ക് ശേഷം കുറേ നാളുകൾക്ക് ശേഷം കഴിഞ്ഞ് അദ്ദേഹം ഒരു ഇഷ്ടം നമ്മൾ എന്ന് പറയുന്ന ആ ഒരു സിനിമകളുടെയൊക്കെ ഒരു റൈറ്ററായിട്ടാണ് വീണ്ടും അദ്ദേഹം ഒന്ന് സിനിമയിൽ ചുവടുറപ്പിക്കുന്നത്. ആ സിനിമയിൽ നമുക്കറിയാം പവി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഒരു അച്ഛൻ്റെ, നമുക്ക് ആ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുന്നില്ല, അച്ഛനും മകനും എൻ്റെ ഒരു സ്നേഹവും അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും ഒക്കെ തന്നെയാണ്. അത് ശരിക്കും ആദ്യം എഴുതി വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ മനസ്സിൽ അത് നമുക്കറിയാം ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അച്ഛൻ്റെ ബിസിനസ് ആയിരിക്കുന്ന സൂപ്പർ മാർക്കറ്റൊക്കെ നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ക്യാരക്ടർ. അന്ന് അവരുടെ മനസ്സിൽ അത് കുഞ്ചാക്കോ ബോബനായിരുന്നു. പക്ഷേ എഴുതി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി അത് കുഞ്ചാക്കോ ബോബനല്ല, ദിലീപാണെങ്കിൽ കുറച്ചും കൂടി രസകരമാവും, ആ ഒരു ക്യാരക്ടർ രസകരമായിട്ട് കുഞ്ചാക്കോ ബോബൻ്റെതായ രീതിയിൽ ചെയ്യും. ആ സിനിമ വിജയം തന്നെയാണ്, കാരണം നല്ലൊരു സിനിമയാണ്, നല്ലൊരു സ്ക്രിപ്റ്റ് തന്നെയാണ്. പക്ഷേ ദിലീപ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം അതിൽ കുറേ ഹ്യൂമർ വന്നു. കാരണം മലയാളത്തിൽ മറ്റൊരു നടന്മാർക്കൊന്നും ഇല്ലാത്ത ഒരു കഴിവ് ദിലീപിനുണ്ട്. അദ്ദേഹത്തിൻ്റെ കൊടുക്കുന്ന സ്ക്രിപ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭാഷണത്തിൽ എന്തെങ്കിലും അതിലൊരു ഹ്യൂമർ എലിമെൻ്റ് ആഡ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. നമുക്കറിയാം ആ ഒരു ഇഷ്ടം സിനിമയിലൊക്കെ ചില അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേജിൽ നിന്ന് വന്ന അല്ലെങ്കിൽ മിമിക്രിയിലൂടെ വന്ന കുറേ കഴിവുകളും അദ്ദേഹം അതിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അത് ആ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ചില സീൻസ് കാണുമ്പോൾ പറയാം. എന്തായാലും അതിൽ നെടുമുടി വേണു, ദിലീപ്, അച്ഛൻ മകൻ, ഇന്നസെൻ്റ്, ഇവരുടെയൊക്കെ ഒരു കോംബോ വളരെ രസകരമായിട്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിലൊരു സീൻ എന്ന് പറയുന്നത് അതിലൊരു പോലീസ് സ്റ്റേഷനിലൊരു സീനുണ്ട്. അതിലൊരു ഫ്രെയിമിൽ ഇപ്പോൾ പറയുന്ന കൽപ്പനയും ദിലീപും നെടുമുടി വേണുവും ഇന്നസെൻ്റും ഒക്കെ നിൽക്കുന്ന ഒരു ഫ്രെയിമുണ്ട്. അവരെ ഇളകി എന്താ പറയുക, അതെനിക്ക് തോന്നുന്നില്ല ഒരു സംവിധായകനോ ഒരു എഴുത്തുകാരനോ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുള്ളൂ. കാരണം അവർ എഴുതി വെച്ചതിനെ ഈ ആർട്ടിസ്റ്റുകൾ ഏത് തരത്തിലോട്ട് ആ ഒരു സീനെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു തെളിവാണ് ഇഷ്ടം എന്ന് പറഞ്ഞ സിനിമയിലെ ഈ ഒരു സീനും അതുപോലത്തെ പല സീനുകളും. എന്തായാലും ആ ഒരു സിനിമ 2001 ദിലീപിൻ്റെ ഒരു വളരെ നല്ല സമയം. നമ്മൾ 2000 ജോക്കറും തെങ്കാശി പട്ടണവും പോലത്തെ സിനിമകളിലൂടെ തുടങ്ങിയ ആ ഒരു ഹിറ്റ് ട്രെൻഡ് എന്ന് തന്നെ പറയാം. അത് പിന്നെ ദോസ്തും അതിനുശേഷം പറക്കും തള്ളിയൊക്കെ കഴിഞ്ഞ് ഇഷ്ടം എന്ന് പറഞ്ഞൊരു സിനിമ വരെ ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് കിട്ടിയിരുന്ന ഒരു സമയം തന്നെയായിരുന്നു. ഇതേപോലെ കുറേ നാളുകൾക്ക് ഇപ്പം കുഞ്ചാക്കോ നമുക്കറിയാം. അത് കഴിഞ്ഞൊരു 2002 ശേഷം കസ്തൂരിമാൻ എന്ന് പറഞ്ഞ സിനിമ 2003 സംഭവിച്ചു, സ്വപ്നക്കൂട് സംഭവിച്ചു. അത് കഴിഞ്ഞ് കുഞ്ചാക്കോവിന് കുറച്ച് പരാജയങ്ങളൊക്കെ പറ്റി അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി. പിന്നെ 2008 ലോലിപോപ്പ് എന്ന് പറഞ്ഞ സിനിമയിലൂടെ അദ്ദേഹം തിരിച്ചു വന്നു. പിന്നെ ഗുലുമാൽ എന്ന് പറഞ്ഞ സിനിമ, അങ്ങനെ കുറേ സിനിമകളൊക്കെ ചെയ്ത് വീണ്ടും സ്റ്റഡി ആയി നിൽക്കുന്ന ഒരു സമയമാണ്, അങ്ങനെ കയറി വരുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് എൻ്റെ ഒരു ഓർമ്മയിൽ 2009 അന്ന് ഒരു പുതുമുഖ സംവിധായകൻ്റെ ഒരു സിനിമയുടെ ആദ്യത്തെ ഒരു പോസ്റ്റർ വന്നത് സോഷ്യൽ മീഡിയയിൽ. അന്ന് ഓർക്കൂട്ടാണ്, ഞാൻ ആദ്യമായിട്ട് ഓർക്കൂട്ടിലാണ് അത് കാണുന്നത്. ഓർഡിനറി എന്നായിരുന്നു ആ ഒരു സിനിമയുടെ പേര്. അതിൻ്റെ ഒരു പോസ്റ്റർ, ഒരു KSRTC ബസ്, അതിൻ്റെ പുറത്ത് ഓർഡിനറിയുടെ ഒരു പോസ്റ്റർ. അത് സംവിധായകൻ സുഗീത്, നിഷാദ് കോയ, മനുപ്രസാദ് എന്ന് പറയുന്ന 2 പുതിയ റൈറ്റേഴ്സ്, ഫൈസൽ അലി എന്ന് പറയുന്ന ഒരു ക്യാമറാമാൻ, പിന്നെ പുതിയ പ്രൊഡ്യൂസറുണ്ട് രാജീവ് നായർ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, സുധീഷ് പിള്ള എന്ന് പറയുന്ന പ്രൊഡ്യൂസർ. ഇവർ രണ്ടുപേരും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നു. സുധീഷ് പിള്ള മുമ്പ് മീശ മാധവനൊക്കെ ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസറാണ്. അന്ന് അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിരുന്ന ഒരു കാസ്റ്റ് പേര് ആ പോസ്റ്ററിൽ എഴുതിയിരുന്നത് ദിലീപ്, മുകേഷ്, കുഞ്ചാക്കോ ബോബൻ, ബിജു മേനോൻ, ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഇത്. അത് ശരിക്കും നമ്മളറിയാം ഓർഡിനറി എന്ന് പറയുന്ന ഒരു സിനിമ പിന്നീട് എന്താ പറയുക വളരെ സൂപ്പർ ഹിറ്റായ ഒരു സിനിമയാണ്. അതിൽ ആ ഒരു ഈ KSRTC കണ്ടക്ടറായിട്ട് വരുന്ന ആ ചെറുപ്പക്കാരൻ്റെ കഥാപാത്രം ശരിക്കും അന്നത് ശരിക്കും ആ സിനിമയുടെ ത്രൂ ഔട്ടുള്ളത് ഒരു KSRTC കണ്ടക്ടറും ഒരു ബസ് ഡ്രൈവറുമാണ്. അത് ശരിക്കും ദിലീപും മുകേഷിനും വെച്ചാണ് അന്ന് സംവിധായകൻ പ്ലാൻ ചെയ്തത്. അനൗൺസ്മെൻ്റ് എല്ലാം വന്നതാണ്. പക്ഷേ ദിലീപിൻ്റെ പല ഡേറ്റിൻ്റെ പ്രശ്നങ്ങളോ പല കാരണങ്ങളുണ്ടോ അത് മാറിപ്പോയിട്ട് അന്ന് ഇതുപോലത്തെ ഒരു കോമഡി റോളോ അല്ലെങ്കിൽ കോമഡി സിനിമയൊന്നും ചെയ്യാത്ത കുഞ്ചാക്കോ ബോബനിലേക്ക് ആ റോള് വരുന്നു. മുകേഷ് മാറിയിട്ട് ബിജു മേനോൻ വരുന്നു. ബിജു മേനോൻ അതിനു മുമ്പ് മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന് പറയുന്നൊരു സിനിമ
ആ ഒരു സിനിമ സീനിയേഴ്സ് എന്ന് പറയുന്ന ഒരു സിനിമ, ഈ 2 സിനിമകളിലൊക്കെ കുറച്ചൊരു ഹ്യൂമർ ടച്ചുള്ള, മേരി കുടുംബം ശരിക്കും ഒരു ഹ്യൂമർ അല്ല, ബിജുമേനോൻ സീരിയസ് ആണ് ചെയ്യുന്നത്, പക്ഷെ നമുക്കൊരു ഹ്യൂമറായിട്ട് തോന്നും. പക്ഷേ ഇത് കഴിഞ്ഞ ശേഷം ആണ് ഓർഡിനറി വരുന്നത്. ഓർഡിനറി നമുക്കറിയാം, ഇന്നും ബിജുമേനോൻ എന്ന് പറഞ്ഞാൽ ബിജുവിൻ്റെ കരിയറിൽ ഏറ്റവും വലിയ ബെസ്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ ഓർഡിനറി ഉണ്ടാവും, വെള്ളിമൂങ്ങ ഉണ്ടാവും, അങ്ങനെ കുറച്ച് സിനിമകളൊക്കെയാണ്. അതിൽ ഒരു പാലക്കാട് സ്ലാങ് കാര്യങ്ങളൊക്കെ ബിജുമേനോൻ വന്നതോടുകൂടി വേറെ ലെവലിൽ എത്തിച്ചു. അപ്പോൾ അന്ന് ദിലീപ് അത് ചെയ്തിരുന്നെങ്കിൽ നമുക്കറിയില്ല, ചിലപ്പോൾ ദിലീപ് മുകേഷ് കോംബോയും വിനോദയാത്ര പോലത്തെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നല്ല രസമുള്ള കോംബോയാണ്. 2 കൺട്രീസ് ഉണ്ട്, പക്ഷെ അധികം സിനിമകളൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ദിലീപ് ബിജുമേനോനാണെങ്കിൽ രസകരമുള്ളതാണ്, രസകരമായ ഒരു കോംബോയാണ്. പക്ഷെ ഇതിൽ കുഞ്ചാക്കോൻ വന്നപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ കുഞ്ചാക്കോ ബോബൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് വന്നായിരിക്കാം. പിന്നെ വിദ്യാസാഗറുടെ സോങ്സ്, എന്തായാലും ഒരു സിനിമ സൂപ്പർ ഹിറ്റായി. അപ്പോൾ അപ്പുറത്ത് കുഞ്ചാക്കോ ബോബനെ മാറി ദിലീപ് വന്നതും ഗുണമാണ് ആ സിനിമയ്ക്ക്, ഇപ്പുറത്ത് ദിലീപ് മാറി കുഞ്ചാക്കോ ബോബന് വന്നതും ഗുണം തന്നെയാണ്. ദിലീപ് തന്നെ മൈസാൻഡ എന്ന് പറയുന്ന ഒരു സിനിമ, ഇതേ സംവിധായകൻ സുഗീത്തിൻ്റെ മൈസാൻഡ എന്ന് പറയുന്ന സിനിമയുടെ ലോഞ്ചിൻ്റെ സമയത്തൊക്കെ ദിലീപ് പറഞ്ഞിട്ടുണ്ട് സുഗീത്തിനായിട്ട് ആദ്യത്തെ സിനിമയിൽ ഒന്നിക്കേണ്ടതായിരുന്നു, അന്നത് സംഭവിച്ചില്ല. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ മൈസാൻഡയിൽ ഒന്നിച്ചത്. എന്തായാലും ഇങ്ങനെ ഒരു 2 ഇൻസിഡൻസ് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. എന്തായാലും ഈ പറഞ്ഞ 2 സിനിമകൾ ഇഷ്ടമായാലും ഈ പറയണ ഓർഡിനറി ആയാലൊക്കെ ഇവരായിരുന്നെങ്കിൽ, ഇഷ്ടത്തിൽ കുഞ്ചാക്കോവനും ഓർഡിനറി ദിലീപും ആയിരുന്നെങ്കിൽ എങ്ങനെയാവുമായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.